ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽസ് ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ ദം. പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 0.0675 is divided by 15. Quotient is what? ഇപ്പോൾ ജസ്റ്റ് ഞാൻ 675നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്തു? ഈ പൂജ്യമൊക്കെ മാറ്റി നിർത്തി വെറും നമ്പർ മാത്രം എടുത്തു. 675നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം 6 എടുക്കുന്നു. 6 15നേക്കാളും കുറവാണ്. അപ്പോൾ 6ൽ 15 ഉണ്ടാവില്ല. 2 ഡിജിറ്റ് എടുക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടുക? 67. 67ൽ 15 എത്ര തവണയുണ്ട്? 67ൽ 15 4 തവണയുണ്ട്. ഇതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ 15 ഇൻറ്റു 1 15, 15 ഇൻറ്റു 2 30, 15 ഇൻറ്റു 3 45, 15 ഇൻറ്റു 4 60, 15 ഇൻറ്റു 5 75 ഇങ്ങനെ കിട്ടി. അപ്പോൾ 4 15 60 എന്നുള്ളത് ഞാൻ എഴുതി. ബാലൻസ് കിട്ടുന്നത് 7. ഈ 5നെ താഴെ ഇറക്കി. അപ്പോൾ 75ൽ 15 എത്ര തവണ ഉണ്ടാവും? 5 തവണ ഉണ്ടാവും. സോ 75. അപ്പോൾ ഇതിൽ ഈ ഭാഗത്തിനെയാണ് നമ്മൾ കോഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. ഇത് ഡിവിഡൻഡ് കേട്ടോ. അപ്പോൾ കോഷ്യൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. 675 അല്ല, 0.0675. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂവും 0.0675ൻ്റെ വാല്യൂവും സെയിം ആണ്. നമുക്ക് ഈ പോയിൻ്റ് മുന്നിൽ എത്ര സൈഫർ വന്നാലും ഒരു സൈഫറിന് ഇടുന്നതിന് തുല്യം തന്നെയാണ് കേട്ടോ. അത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ 0.0675 എന്ന് തന്നാലും വെറുതെ 0.0675 എന്ന് തന്നാലും 0.0675 എന്ന് തന്നാലും ഒക്കെ ഒരേ വാല്യൂ തന്നെ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു 3 സൈഫർ വേണമെങ്കിലും കൊടുത്താലും സെയിം വാല്യൂ തന്നെ കേട്ടോ. അപ്പോൾ പോയിൻ്റ് മുന്നിൽ എത്ര സൈഫർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അത് സൈഫറിന് തുല്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിവിഷനാണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. പോയിൻ്റ് വെച്ചാൽ ഇവിടെ ഒന്നും തന്നിട്ടുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക നോക്കൂ. 0.067 ഇതിനെങ്ങനെ എഴുതാം? 675 ഡിവൈഡഡ് ബൈ പോയിൻ്റ് ശേഷം എത്ര സ്ഥാനമുണ്ട് ഇല്ലെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 1ന് ശേഷം എത്ര സൈഫർ ഉണ്ടാവണം? 4 സൈഫർ ഉണ്ടാവണം. ഓക്കെ. ഡിവിഷൻ 15 നമ്മളെങ്ങനെ എഴുതുക? 675. ഓക്കെ. 675 ഡിവിഷൻ 15 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് ആൻസർ 45 ആണ്. താഴെ എന്തുണ്ട്? നമുക്ക് 10,000 ഉണ്ട്. ഓക്കെ. സോ ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക? പോയിൻ്റ് ശേഷം 0 വെച്ചിട്ട് വീണ്ടും ഒരു 0, അതിൻ്റെ പോയിൻ്റ് വെച്ചിട്ട് 0 വെച്ചതിന് ശേഷം ഇനി ഒരു സൈഫർ 45. ഇതാണ് ആൻസർ. ഓക്കെ. ഇതിനിപ്പോൾ ഡൗട്ടാണെങ്കിൽ നോക്കൂ. 67 ഡിവൈഡഡ് ബൈ 10,000 നമുക്ക് കിട്ടി. നമ്മൾ ഇൻറ്റു ഇട്ട് കൊടുത്തെങ്കിൽ ഇതിൻ്റെ ഉൾട്ട 15ൻ്റെ ഇൻവേഴ്സ് എന്താ? 1/15. ഈ 675നെയും 15നെയും ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്
45 ഡിവൈഡഡ് ബൈ 10,000. എഗെയിൻ അതേ വാല്യൂ തന്നെ. ഇപ്പോൾ എനിക്ക് പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് വരണം? ടോട്ടൽ 4 ഡിജിറ്റ്. നമ്മൾ എങ്ങനെയാണ് എഴുതി പോകേണ്ടത്? വലത്തെ സൈഡിൽ നിന്ന്. അപ്പോൾ 4 ഡിജിറ്റ് തികയ്ക്കണ്ടേ പോയിൻ്റ് ശേഷം? അപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ 0 0. അപ്പോൾ 0.0045 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഈക്വലൻറ്റ് ടു 1.01? ഈ പേഴ്സൻറ്റേജ് പറഞ്ഞാൽ എന്താണെന്നറിയോ? പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മീനിങ് 1/100 എന്നുള്ളതാണ്. പേഴ്സൻറ്റേജ് പറഞ്ഞാൽ എന്താ മീനിങ്? 1/100. അപ്പോൾ 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ്. അതെങ്ങനെ വന്നു? 101 ഇൻറ്റു 1/100. ഈ പേഴ്സൻറ്റേജിന് പകരം എന്തിട്ടു? ഇൻറ്റു 100/100. ഇതെങ്ങനെ എഴുതും നമ്മൾ? 1 ഇൻറ്റു 101 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് വേണം? ഇവിടെ പോയിൻ്റ് ഒന്നിൻ്റെ ശേഷം 2 സൈഫർ ഉള്ളത് കാരണം പോയിൻ്റ് ശേഷം തീർച്ചയായിട്ടും 2 ഡിജിറ്റ് വേണം. സോ വലത്തെ സൈഡിൽ നിന്ന് എഴുതിക്കോളൂ. ഇവിടെ പോയിൻ്റ് വെച്ചു ഇവിടെ വന്നു. ഓക്കെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഈക്വലൻറ്റ് ടു 1.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇതാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഓൾറെഡി നമുക്ക് 1.01% എന്നാണ്. അപ്പോൾ 1.01നെ 101 ഡിവൈഡഡ് ബൈ പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. ഇപ്പോൾ 100 എഴുതും. ഇൻറ്റു 1/100 പെർസെൻറ്റേജിന് പകരം. അപ്പോൾ നമുക്ക് വരുന്നത് ഇവിടെ ഇൻറ്റു മാർക്കല്ലേ? അപ്പോൾ ഇവിടെ 2 സൈഫർ, ഇവിടെ 2 സൈഫർ, ടോട്ടലായിട്ട് 4 സൈഫർ എഴുതി കൊടുക്കും. മേലെ 101. അപ്പോൾ പോയിൻ്റ് ശേഷം 4 ഡിജിറ്റ് വേണം. പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് വേണം? 4 ഡിജിറ്റ് വേണം. ഇതാണ് ആൻസറായി വരുന്നത്. എനിക്ക് എന്താ വേണ്ടത്? ഇതാണ് വേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ 10.1%. 10.1 എങ്ങനെ എഴുതാം? 101 ഡിവൈഡ് ബൈ 10 എന്ന് എഴുതാം. ഇൻറ്റു 1/100. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ 1000 വരും. 101 എത്ര വരും? പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ്. ഇതുമല്ല. ഇനി ഇതാണെങ്കിലോ 1010 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താ? ബൈ 100. സോ ഇതെന്ത് വരും? 10.10. നമ്മുടെ ആൻസർ എന്ത് വരണം? 1.01. സോ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് 4015 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 365 വന്നത്രേ. ഓക്കെ. അതേമാതിരി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4015 അതിൽ ഇടയ്ക്ക് ഇവിടെ പോയിൻ്റ് ഉണ്ട് 40.15. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സോ ഇവിടെ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യനെ ഇനിയൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നില്ലേ? അതിനെ തിരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 4015നെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ സംഖ്യയാണ് കിട്ടുക. ഓക്കെ. അല്ലല്ല, ഇത്ര നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുമുണ്ടല്ലേ. 4015 ഡിവൈഡ് ബൈ 11 365 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിൻ്റ് വെച്ച് തന്നാൽ എന്താവും? അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? പോയിൻ്റ് വെച്ച് വരുമ്പോൾ പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. താഴത്തെ നമ്പറിനോ പോയിൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ആൻസർ വന്നിട്ട് മേലെ പോയിൻ്റ് വെച്ചിട്ട് 2 ഡിജിറ്റ്, താഴെ ഒന്നുമില്ല. അപ്പോൾ 2 - 0 എന്നാവും. 2 - 0 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ അവർ തന്നിട്ടുണ്ട് 365. കിട്ടുന്ന ആൻസറിലും പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ. ഇവിടെ
ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെയും ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 1.1 എന്നാണ്. അപ്പോൾ എത്രയാണ് വരിക നോക്കുമ്പോൾ 40.15 ഡിവൈഡഡ് ബൈ 1.1. അപ്പോൾ പോയിൻ്റ് ശേഷം ഇവിടെ 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം ഇവിടെ 1 ഡിജിറ്റ്. 2 - 1 1 വരിക. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റേ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എഴുതാം. സോ അല്ല, ഇതല്ലേ വരുന്നത് ആൻസർ. അപ്പോൾ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ 36.5 അല്ലെങ്കിൽ 36.5 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17 1/16 അങ്ങനെയാണ് കേട്ടോ. അതെങ്ങനെ എഴുതേണ്ടത്? 17 1/16. ഈ ഡെസിമൽ, ഈ ഒരു ഫ്രാക്ഷന് ഡെസിമൽ എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു മിക്സഡ് ഫ്രാക്ഷനായിട്ടുണ്ട്, നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. സോ 17 ഇൻറ്റു എങ്ങനെ എഴുതേണ്ടത്? 17 ഇൻറ്റു 16 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 16 ഇങ്ങനെയല്ലേ എഴുതുക. സോ 17 ഇൻറ്റു 16 എത്രയാണെന്ന് വെച്ചാൽ 272 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ 273 ഡിവൈഡഡ് ബൈ 16 വരും. 273നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ 16 മൈനസ് ചെയ്യുമ്പോൾ 11 വരും. ഇവിടെ 3 ഉണ്ട്. 3 നോക്കുമ്പോൾ 113 7 തവണ വരും. 7 തവണ വരുമ്പോൾ 6 7 42. ഇവിടെ 4 ഒരു 7 പ്ലസ് 4 11. ബാലൻസ് 1 വരുന്നത്. എന്നിട്ട് ഇവിടെ 1 ഉള്ളൂ, ഇപ്പോൾ 2 സ്ഥാനം വരണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഫർ ഇവിടെ ചേർത്ത്, ഇവിടെ പോയിൻ്റ് വയ്ക്കുക, ഇവിടെ സൈഫർ ചേർത്ത്. ഇപ്പോൾ 10 ഇവിടെ സൈഫർ, ഇവിടെ പോയിൻ്റ് വെച്ച് ഇവിടെ സൈഫർ ചേർത്തി. എന്നിട്ട് നോക്കുമ്പോൾ 10 16നേക്കാളും കുറവാണ്. അപ്പോൾ വീണ്ടും നമ്മളൊരു സൈഫർ ചേർത്തണം. എന്നിട്ട് ഇവിടെ സൈഫർ ചേർത്തണം. അപ്പോൾ 100 16 6 തവണയുണ്ട്. അപ്പോൾ 95 വരും, അല്ല 96 വരും. ബാലൻസ് 4. അപ്പോൾ വീണ്ടും നമ്മൾ 2 തവണ ഇവിടെ 0 ചേർത്താൽ 2 തവണ 32, ബാലൻസ് 8 വരും. വീണ്ടും 0 ചേർത്താൽ അപ്പോൾ 5 തവണ വരും. 80 - 80 എത്രയാണ്? 0. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 17.0625. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഡിവൈഡഡ് ബൈ വിച്ച് നമ്പർ, അതിനെ ഒരു എക്സ് എന്നെടുത്താൽ ഈ നമ്പർ വിച്ച് നമ്പർ ഡിവൈഡഡ് ബൈ 5.029 to obtain 50.29. അപ്പോൾ ഏത് നമ്പർ കൊണ്ടിട്ട് ഈ പറയുന്ന 5.029 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 50.29 കിട്ടും. ഏത് നമ്പറിനെ കൊണ്ട് ഈ ഒരു നമ്പർ 5.029 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 50.29 കിട്ടും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇത് രണ്ടും തമ്മിൽ ഡിവിഷനിലല്ലേ ഉള്ളത്. അപ്പോൾ ഈ നമ്പർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആകും. ഈ എക്സ് അങ്ങോട്ടും പോകും. ഓക്കെ, ഇത് രണ്ടും സെയിം നമ്പർ അല്ലേ നമുക്ക് വരുന്നത്. അപ്പോൾ പോയിൻ്റ് ശേഷം അപ്പോൾ 2 നമ്പറും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 1 നമുക്ക് ആൻസർ വരിക. 5029നെ 5029 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണയല്ലേ വരിക. അപ്പോൾ 1 ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഈ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റും ഈ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റും. 3 - 2 1 വരിക. അപ്പോൾ നമുക്ക് ഒരു സ്ഥാനം മാറ്റി നിർത്തിയിട്ട് പോയിൻ്റ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക്
മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. സോ ഓപ്ഷൻ 2 0.1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സം ഓഫ്, ഇത് നമ്മൾ ചെയ്തതാണ്, ഒന്നുകൂടി ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 7.7, 7.07, 7.007, 77.0077. ജസ്റ്റ് ആഡ് ചെയ്യുക. ഈ പോയിൻ്റുകൾ ഒരേ ലൈനിൽ കൊണ്ടുവരിക. സോ 14, 1, 8, ഇവിടെ 7, ഇവിടെ 1, 2, 3, 4, 4, 7, 28 വരും. 2, 9, 78.47 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെസിമൽ ഈക്വലൻ്റ് ടു 2200 ഓഫ് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷനാണ്. 4%. 4% നമ്മൾ അപ്പോഴേ ഒരു സംഖ്യ കണ്ടിട്ട് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, 4/100 എന്ന് എഴുതാൻ പറഞ്ഞില്ലേ, പെർസെൻറ്റേജിന് പകരം 100 എഴുതാൻ പറഞ്ഞു. ബൈ 100 ഇൻറ്റു അതേപോലെ ഓഫ് പറഞ്ഞാൽ എന്താ, ഇൻറ്റു 7.5 പെർസെൻറ്റേജ് പറഞ്ഞാൽ ബൈ 100. ഇനി എളുപ്പമായില്ലേ. 4 ഈ ഓഫിന് പറയാണ് ഞാൻ ഇൻറ്റു മാർക്ക് ഇട്ടത്. ഇത് 4 ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ആൻസർ കിട്ടിയിരിക്കുന്നത്, 4/100. അപ്പോൾ 1ൻ്റെ ശേഷം 00 അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് ശേഷം ഡബിൾ ഡിജിറ്റ് വരണം. അപ്പോൾ നമ്മളതെങ്ങനെ മാനേജ് ചെയ്യുക, 4 എഴുതി ഒരു ഡിജിറ്റായി, പിന്നെ ഒരു 0 ഇട്ട് കൊടുത്തു, പിന്നെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ആയില്ലേ. ഇൻറ്റു ഇവിടെ ഓൾറെഡി പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ് ഉണ്ട്. ഇനി ഇവർ പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റും കൂടി ആഡ് ആവും അല്ലേ, ആഡ് ആവും. അപ്പോൾ എന്താ വരിക, നമുക്ക് 0.005, 0.05 അല്ല, 7 കൂടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മൾട്ടിപ്പിൾ ചെയ്യാം. 2200 ഇൻറ്റു 4 ആദ്യം ചെയ്യാം, കിട്ടി. ഇനി ഇൻറ്റു 75, 8×5 40, 8×5 40, 44, 7×5 7 ഇൻറ്റു 0 0 0, 8×7 56, 8×56, 5 56, 61. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അങ്ങനെ തന്നെ എഴുതിയെടുക്കുക. ഇനി പോയിൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക. എല്ലാം മൾട്ടിപ്ലിക്കേഷനിലേ ഉള്ളത്. പോയിൻറ്റിന് ശേഷം ഇവിടെ 2 സൈഫർ, പോയിൻറ്റിന് ശേഷം ഇവിടെ 3 സൈഫർ, 2 + 3 5 സ്ഥാനം തള്ളി പോയിൻ്റ് വയ്ക്കണം. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ 1 2 3 4 5. അപ്പോൾ നമുക്ക് പോയിൻ്റ് ശേഷം ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ ശേഷം 0 വരുന്നില്ലേ, അതിനൊന്നും വാല്യൂ ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ 6.6 ആണ്. ഓക്കെ, സോ ഇത്ര ക്വസ്റ്റ്യൻസ് മതി. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ടെസ്റ്റ് തരുമ്പോൾ എഴുതണം കേട്ടോ.